നമസ്കാരം. ലാദനെ അമേരിക്ക വേട്ടയാടി പിടിച്ചതിന് ശേഷം അയാളെ കൊന്നു. അതിനുശേഷം അയാളുടെ ശരീരം എവിടെയാണ് കൊണ്ട് മറവ് ചെയ്തത് ഇന്നും ലോകത്തിന് അറിയാത്ത കാര്യമാണ്. അമേരിക്ക പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ, കടലിൽ കൊണ്ട് കളഞ്ഞു എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ബിൻ ലാദനെ എന്തായാലും അയാൾ വിശ്വസിച്ചിരുന്ന മതത്തിൻ്റെ ആചാരപ്രകാരം ഒരു സംസ്കാര ചടങ്ങ് കിട്ടിയില്ല. ഒരുപക്ഷെ അതിക്രൂരമായ രീതിയിൽ തന്നെയായിരിക്കും അമേരിക്ക അത് ചെയ്തിട്ടുണ്ടാവുക. അതവരുടെ പ്രതികാരം മാത്രമല്ല, അതൊരു സന്ദേശം കൂടിയുണ്ട്. ഇനി മറ്റൊരു സംഭവം നോക്കുക. IS-ൻ്റെ തലവനായിരുന്ന അൽ ബാഗ്ദാദി, അയാളെ എങ്ങനെയാണ് ഈ അമേരിക്ക പട്ടാളം തന്നെ, അന്ന് ട്രംപാണ് അമേരിക്കയുടെ പ്രസിഡന്റ്, വേട്ടയാടി പിടിച്ചത്. വേട്ട നായ്ക്കളെ കൊണ്ട് വേട്ടയാടി പിടിപ്പിച്ച് കൊല്ലുകയാണ് ചെയ്തത്. അതും കൃത്യമായിട്ടുള്ള സന്ദേശമാണ്. കാരണം ഇവരുടെ വിശ്വാസം അനുസരിച്ച് നായ ഹറാമാണ് അവർക്ക്. അപ്പം നായയെ കൊണ്ട് തന്നെ വേട്ടയാടി കൊല്ലുകയാണ് ചെയ്തത്. അതിനുശേഷവും അയാൾക്കും മതാചാര പ്രകാരമുള്ള ഒരു സംസ്കാരം കൊടുക്കില്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്കത് സാധ്യമായിട്ടുള്ള കാര്യമാണ്. അത് കൃത്യമായിട്ടും ഇത്തരം പ്രവർത്തിക്ക് ഇറങ്ങുന്നവർക്കുള്ളൊരു സന്ദേശമായിരുന്നു. എന്തിനാണ് ഇവർ ഈ തീവ്രവാദ പ്രവർത്തനത്തിന് ഇറങ്ങുന്നത്? ഭൂമിയിലെ ജീവിതത്തിന് വേണ്ടിയിട്ടല്ല അവരിറങ്ങുന്നത്, സ്വർഗത്ത് പോയിട്ട് അവിടെ കിട്ടുന്ന സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെ കൊല്ലപ്പെട്ടാൽ, രക്തസാക്ഷിയായാലും, തങ്ങളുടെ മതവിശ്വാസം അനുസരിച്ച് തങ്ങളുടെ ദൈവം അവിടെ ഇത്തരം കാര്യങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നു എന്നുള്ള അന്ധമായിട്ടുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണല്ലോ തോക്കുമായിട്ട് ഇറങ്ങുന്നത്. ആ വിശ്വാസത്തിൻ്റെ മണ്ടയ്ക്ക് കൂടം കൊണ്ടടിക്കുന്ന പണിയാണ് അമേരിക്ക ചെയ്തത്. ഇസ്രായേൽ ചെയ്യാറുണ്ട്. നമ്മുടെ രാജ്യം ഭയങ്കര ജനാധിപത്യ രാജ്യമായതിനാൽ ഇതുവരെ നമുക്കത് അങ്ങനെ പറ്റിയിട്ടില്ലായിരുന്നു. അജ്മൽ കസബിൻ്റെ കേസ് തന്നെ നോക്കുക. അജ്മൽ കസബിനെ നമ്മുടെ കോടതി വിധിച്ചു, തൂക്കുമരമായിരുന്നു, തൂക്കിക്കൊന്നു. അതിനുശേഷം അയാളെ അവരുടെ മതാചാര പ്രകാരമാണ് സംസ്കരിച്ചത്. ഇവിടെ നമ്മുടെ കൊച്ചു കേരളത്തിൽ മയ്യത്ത് നിസ്കാരം വരെ നടത്തി. അപ്പോൾ അവൻ്റെ തീവ്രമായിട്ടുള്ള വിശ്വാസമനുസരിച്ച് അതിനൊരു വിഘാതം ഉണ്ടായില്ല. അവൻ്റെ വിശ്വാസമനുസരിച്ച് അവന് സ്വർഗം കിട്ടാനുള്ള എല്ലാ വഴിയും കിട്ടി. ഒരിക്കലും പാടില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും വലിയ രീതിയിൽ ചർച്ച നടക്കുന്നൊരു സംഗതിയാണ് ഈ കാശ്മീരിൽ നടത്തിയ തീവ്രവാദി ആക്രമണം ഉണ്ടല്ലോ. അതിന് നമ്മൾ തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. തിരിച്ചടിക്കുമ്പോൾ ഈ ഭീകരരെ കൊല്ലും എന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല. ആരും ജീവനോടൊന്നും പിടിക്കാൻ പോകുന്നില്ല. അഥവാ കുറച്ച് പേരെ വല്ലതും ഇതിന് സഹായമൊക്കെ കൊടുത്ത ആളുകളെ മാത്രമായിരിക്കും ഒരുപക്ഷെ ജീവനോടെ പിടിക്കുക. അങ്ങനെ ജീവനോടെ പിടിച്ചു കഴിഞ്ഞാലും എന്താ ചെയ്യുക? വധശിക്ഷയ്ക്ക് വിധിച്ചാലും അവരെ തൂക്കിക്കൊല്ലുന്നു. അതിനുശേഷം അവരുടെ വേണ്ടപ്പെട്ടവർക്ക് വിട്ടുകൊടുക്കുന്നു. അവർ മതാചാര പ്രകാരം അടക്കുന്നു. അവർക്ക് എന്തെങ്കിലും നഷ്ടം വരുമോ? അവരുടെ വിശ്വാസം വെച്ച് ഒന്നും നഷ്ടപ്പെടത്തില്ല. അത് പാടേയില്ല. അത് ശരിക്കും പാടില്ല. ഇവരെന്താണോ ഇവർക്ക് ഹറാമായിട്ടുള്ള കാര്യം അതെല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ ഒരു രീതിയിലും ഇവർക്ക് മതാചാര പ്രകാരമുള്ള ഒരു സംസ്കാരം കൊടുക്കാൻ പാടില്ല. ശരിക്കും വളരെ നല്ല പോയിൻ്റായിട്ടുള്ള ചില കാര്യങ്ങൾ ചിലർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. ഇവർക്ക് ഹറാമായിട്ടുള്ള പന്നി മാംസം, പന്നി നെയ്യ്, ഇതൊക്കെ ഇവരുടെയൊക്കെ അണ്ണാക്കി കുത്തിക്കയറണം കൊന്നതിന് ശേഷം. ആ മൃഗത്തോട് ചെയ്യേണ്ട, അതിനകത്ത് മനുഷ്യത്വം മറ്റൊന്നും കാണേണ്ട കാര്യമില്ല ഇത്തരക്കാരോട്. അതിൻ്റെ ആവശ്യമേ ഇല്ല. അങ്ങനെ ചെയ്യുക, പന്നി നെയ്യ് ഒഴിച്ച് കത്തിക്കുക. ഇനി അതിലും കുറച്ചുകൂടെ ഒരുപക്ഷേ ചിലർക്ക് വളരെ വിചിത്രമായിട്ട് തോന്നും, ഇവരെ ശരിക്കും സംസ്കരിക്കേണ്ടത് ഹൈന്ദവ ആചാരപ്രകാരം ചിതയിൽ വെച്ച് കത്തിക്കണമെന്നാണ് പറയുന്നത്. കാര്യം അത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അവരെ സംബന്ധിച്ച് പിന്നെ അത് സ്വർഗം കിട്ടത്തേയില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുകയും അത് വലിയ വാർത്തയാക്കിയും ലോകം മുഴുവൻ അറിയത്തക്ക രീതിയിൽ ചെയ്യണമെന്നാണ് പറയുന്നത്. കാരണം അത് ഇവരോട് പ്രതികാരം മാത്രമല്ല, അത് മറ്റ് തീവ്രവാദികൾക്കുള്ളൊരു സന്ദേശം കൂടിയാണ്. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ഇതുമായിട്ട് തോക്കുമായിട്ട് ഇറങ്ങി നിരപരാധികളെ കൊല്ലുന്നത്, അത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നില്ല. നിങ്ങളെന്താ ഈ രീതിയിലാണ് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് സ്വർഗം കിട്ടില്ല, ഹൂറ് കിട്ടില്ല. അപ്പോൾ വീണ്ടും തോക്കുമായിട്ട് ഇറങ്ങുന്നവനൊന്ന് ആലോചിക്കും, ഞാൻ ഈ ഇന്ത്യയിൽ പോയി ഇതേപോലെ തീവ്രവാദ പ്രവർത്തനം ചെയ്താൽ അവിടുത്തെ പട്ടാളം എന്നെ ഈ രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങനെ മരിച്ചിട്ട് എന്ത് കാര്യം? എനിക്കൊന്നും സ്വർഗം കിട്ടില്ലല്ലോ, എനിക്ക് ഹൂറ് കിട്ടില്ലല്ലോ എന്ന് തോന്നലുണ്ടാവണം. പലപ്പോഴും ഇവരെ പ്രലോഭിപ്പിച്ചിട്ടാണല്ലോ ഇവർ ഈ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ എന്തിനാണ് അവൻ ഇതിൽ പോകുന്നത്? 20-22 വയസ്സുള്ളവൻ, അവന് ഭൂമിയിലെ ജീവിതം വേണ്ട. അവന് അങ്ങ് മധ്യപ്പുഴയിൽ പോയി അർമാദിക്കണം 72 കൂറുകളുമായിട്ട്. അതിനാണ് വരുന്നത്. പക്ഷേ അവൻ്റെ വിശ്വാസമനുസരിച്ച് അതവന് കിട്ടില്ല എന്ന് ബോധ്യമായാലോ പിന്നെ അവൻ ഈ പണിക്ക് ഇറങ്ങുമോ? അതുതന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് ഇവിടെ കോടതി ഇടപെടും. എന്തിനു കൂടുതൽ പറയാൻ, അജ്മൽ കസബിനെ തൂക്കിക്കൊന്നപ്പോൾ നമ്മുടെ ഈ കേരളത്തിലെ എറണാകുളത്ത് മയ്യത്ത് നിസ്കാരം നടത്തിയ മുതലുകളുണ്ട്. അപ്പോൾ അവർ ഇവിടെ കിടന്നിട്ട് മുറവിളി കൂട്ടും, അവന് മനുഷ്യാവകാശമുണ്ട്, അവനെ മതാചാര പ്രകാരം അടക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. അതിനുള്ള അവസരമേ കൊടുക്കാൻ പാടില്ല. കോടതി വരെ വന്നാലല്ലേ അതിനുള്ള അവസരം കിട്ടത്തുള്ളൂ. അമേരിക്ക ചെയ്ത പോലെ അൽ ബാഗ്ദാദിയോടും അതുപോലെ ലാദനോടൊക്കെ ചെയ്ത പോലെ തന്നെ ചെയ്യണം. പക്ഷേ അവർ എങ്ങനെ കൊന്നു, എങ്ങനെ മറവ് ചെയ്തു എന്ന് ലോകത്തിനോട് പറഞ്ഞില്ല. നമ്മളത് വിളിച്ചു പറഞ്ഞുകൊണ്ട് തന്നെ ചെയ്യണം. ഇങ്ങനെയാണ് ഇവനെ ഞങ്ങൾ കത്തിക്കുകയായിരുന്നു, ഇവനെ ഞങ്ങൾ പന്നി നെയ്യ് ഒഴിച്ച് കത്തിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഇവനെ ഞങ്ങൾ ചെതയിൽ വെച്ചിട്ട്, ഇപ്പം വിശ്വാസപരമായിട്ട് ഹൈന്ദവർ ചെയ്യുന്ന എല്ലാ രീതിയിലും ചെയ്യണമെന്നില്ല, പ്രഹസനമായിട്ട് കാണിച്ചാൽ മതി. ചിതയിൽ വെച്ചത് കത്തിക്കുന്നതായിട്ട് പ്രഹസനമായിട്ട് കാണിച്ചാൽ മതി. ഇത്തരക്കാരെ തോക്കുകൊണ്ടോ ഒന്നും കൊണ്ടൊന്നും നേരിടാൻ പറ്റില്ല. കാര്യം അവർ ജീവൻ
വെടിയാൻ തയ്യാറായിട്ട് വരുന്നവരാണ്. അപ്പോൾ അത്തരക്കാർക്ക് നമ്മൾ ഈ വെടിയുണ്ട മാത്രം കൊടുത്തിട്ട് കാര്യമില്ല. എന്തുകൊണ്ടാണോ അവർ വരുന്നത്, അവരുടെ ആ അന്ധമായിട്ടുള്ള വിശ്വാസത്തിൻ്റെ നെറുകം തലയടിക്കണം. അതിന് ഇത്തരം കാര്യങ്ങൾ ചെയ്യണം. അതിന് സ്വാഭാവികമായിട്ട് ഇടതുപക്ഷവും മറ്റുള്ളവരൊക്കെ എതിർപ്പും കൊണ്ടൊക്കെ വരും. വകവെക്കരുത്. ഇവരെ പിടിച്ചാൽ ചെയ്യേണ്ടത് കൊല്ലുക, കൊന്നതിന് ശേഷം തലയും വെട്ടുക, ലിംഗവും വെട്ടുക, അവനെയൊക്കെ പന്നി നെയ്യെ ഒഴിച്ച് കത്തിക്കുകയും ചെയ്യുക. അതിനു മുമ്പേ മറ്റേയൊക്കെ അണ്ണാക്കി പന്നി ഇറച്ചിയും കൂടെ കുത്തിക്കറ്റുക. ഇത്തരം ചർച്ചകളാണ് സോഷ്യൽ മീഡിയ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇസ്രായേൽ പോലുള്ള അവിടുത്തെ രാജ്യങ്ങൾ അവർ ഇത് വളരെ നൈസായിട്ട് കുറേ കാലമായിട്ട് ചെയ്യുന്നുണ്ട്. ഇവർക്ക് വേണ്ടിയിട്ട് ഈ പന്നി നെയ്യ് പുരട്ടിയ വെടിയുണ്ട ഉള്ള തോക്കുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നതെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. സ്വാഭാവികമായിട്ട് അവരങ്ങനെ ചെയ്യും. ചിലരെയൊക്കെ പിടിച്ചിട്ട് കൊല്ലുന്നതിന് മുമ്പ് തന്നെ നിന്നെ ഈ രീതിയിലാണ് കൊല്ലാൻ പോകുന്നതെന്നും നിനക്ക് സ്വർഗം കിട്ടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനെ മാനസികമായിട്ട് തകർത്തുകൊണ്ട് തന്നെ ചെയ്യുന്നതായിട്ടുള്ള വാർത്തകളും ഉണ്ട്. എന്തായാലും ഈ മനുഷ്യാവകാശവും അല്ലെങ്കിൽ UN-ഉം GN-ഉം ഒക്കെ കണ്ടിട്ടാണ് പലരും അത് തുറന്നടിച്ച് പറയാത്തത്. പക്ഷേ നമ്മുടെ നേരെ യാതൊരു മനുഷ്യത്വമില്ലാത്ത ഈ മതത്തിൻ്റെ തീവ്രമായിട്ടുള്ള മതവിശ്വാസവും കൊണ്ട് വരുന്ന ഇതുപോലുള്ള തീവ്രവാദികളോട് അവർ യാതൊരു പരിഗണനയും അർഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവരുടെ ഈ അന്ധമായിട്ടുള്ള വിശ്വാസത്തിൻ്റെ മണ്ടയ്ക്കടിച്ച് തന്നെ പ്രതികരിക്കുമ്പോൾ മാത്രമേ ഇതിനൊരു അറുതി വരൂ. അല്ലാത്ത കാലത്തോളം ഈ തീവ്രവാദം എന്ന സംഗതി ഒരാൾ വിചാരിച്ചാലും നിൽക്കില്ല. അവരുടെ ആ വിശ്വാസമാണ് തകരേണ്ടത്. അവർക്ക് ഇവിടുത്തെ ജീവിതമില്ല, അങ്ങ് സ്വർഗത്ത് പോയി അറുമാതിച്ച് 72 ഹൂറുകളുമായിട്ട് രമിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന അവരുടെ ആ വിശ്വാസം നിങ്ങൾക്കത് കിട്ടില്ല. ഈ രീതിയിലായിരിക്കും നിങ്ങളെ ഞങ്ങൾ സംസ്കരിക്കുന്നത്. ഇവിടെ ഹറാമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും പുറഞ്ഞായിരിക്കും നിങ്ങൾ ഇവിടുന്ന് പോകാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ രൂപത്തിൽ ചെന്നാൽ നിങ്ങൾക്ക് അവിടെ പ്രവേശനം നിങ്ങളുടെ ദൈവം തരില്ല എന്ന ബോധ്യം ഇവിടെയുള്ള മറ്റ് തീവ്രവാദികൾക്കും തോന്നണം. അതിനിത്ര കടുത്ത രീതികൾ തന്നെ ചെയ്യണം എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. നമ്മുടെ അധികാരികൾ കൂടി, നമ്മുടെ പട്ടാളം കൂടി ഇതൊക്കെ അറിഞ്ഞ് അവരിതേപോലെയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇത് പൂർണ്ണമായിട്ടൊന്നും നിൽക്കില്ല എങ്കിലും കുറേ പേരെങ്കിലും ചോരത്തിളപ്പ് കൊണ്ടാണല്ലോ ഇറങ്ങുന്നത്. മതത്തിൻ്റെ അന്ധമായിട്ടുള്ള വിശ്വാസം അവനൊക്കെ ചിന്തിച്ചു തുടങ്ങും. ഞാൻ ഇങ്ങനെ പോയിട്ട് പട്ടാളത്തിന് വെടികൊണ്ട് ചത്തതിന് ശേഷം എനിക്ക് ഇതാണ് കിട്ടുന്നതെങ്കിൽ പിന്നെ ഞാൻ എന്തിനീ പണിക്കിറങ്ങുന്നത് എന്നവൻ ചിന്തിക്കും.